2026 നീറ്റ് എക്സാമിനേഷനിൽ ഉറപ്പായിട്ടും തോക്കും. നമ്മൾ നന്നായിട്ട് പഠിച്ചു തീർത്തു, നല്ല കോൺഫിഡൻസും ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത് അറിയുകയും വേണം. ഞാൻ നന്നായിട്ട് പഠിച്ചു തീർത്തു എന്ന് പല ആവർത്തി നമ്മുടെ മക്കൾ നമ്മളോട് പറഞ്ഞാലും രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണം, ഈ കാര്യം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. നീറ്റിൻ്റെ എക്സാമിനേഷനിൽ 720 നടക്കുന്ന എക്സാമിനേഷനിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിൾ, ആവറേജ്, ടഫ്, വെരി ടഫ്. ഈ 720 എക്സാമിനേഷനിൽ 180 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ 180ൽ സിമ്പിൾ ഏതാണ്, ആവറേജ് ഏതാണ്, ടഫ് ഏതാണ്, വെരി ടഫ് ഏതാണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ ടൈം മാനേജ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാവില്ല. നമ്മൾക്കറിയാം 25 ലക്ഷം പേരാണ് നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. ആദ്യത്തെ ടോപ്പ് റാങ്കിൽ വരുന്ന 25,000 കുട്ടികളെ, ആ 25,000 സ്റ്റുഡൻസിനും സബ്ജക്ട് നോളജ്, അത് ബയോളജിയും ഫിസിക്സിലും കെമിസ്ട്രിയിലും അവർ ഹീറോസ് ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ആ 25,000ൽ ഒരാൾ ഫസ്റ്റ് റാങ്കും ബാക്കിയുള്ളവർ സെക്കൻഡും തേർഡും 1000ഉം 25,000 ഒക്കെ ആയി മാറുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഇവർക്കെല്ലാം ജെനറ്റിക്സ് നന്നായിട്ട് അറിയാം, കെമിസ്ട്രി നന്നായിട്ട് അറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് നന്നായിട്ട് അറിയാം, കെമിക്കൽ ബോണ്ടിങ് നന്നായിട്ട് അറിയാം. ചാപ്റ്റർ വൈസ് എല്ലാ സബ്ജക്റ്റിലും അവർ ഹീറോസ് ആണ്. പക്ഷേ പരീക്ഷ ഹാളിൽ 180 ക്വസ്റ്റ്യൻസിനെ 3 hours കൊണ്ട് മാനേജ് ചെയ്യാനുള്ള ടൈം മാനേജ്മെന്റ് സിസ്റ്റം, നമ്മൾ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ, നമ്മൾ നമ്മുടെ സ്കൂളിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് പബ്ലിക് എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് കിട്ടണമെന്നില്ല. ആ ടൈം മാനേജിങ് കപ്പാസിറ്റി നമുക്ക് കിട്ടണമെന്നില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം? ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്? വെരി ടഫ് ആണോ, ആവറേജ് ആണോ, സിമ്പിൾ ആണോ? ഇതൊക്കെ നമ്മൾ ലേൺ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് റിപ്പീറ്റ് ചെയ്തും റിപ്പീറ്റ് ചെയ്തും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടും നല്ല കോൺഫിഡൻസോടെ ഞാൻ ഈ വർഷം നേടുമെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ആ പരീക്ഷാ ഹാളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ, ക്വസ്റ്റ്യൻസിനെ ടൈം മാനേജ് ചെയ്ത് കൃത്യമായിട്ട് പരീക്ഷ എഴുതാനുള്ള ആ ടൈം മാനേജ്മെന്റ് കപ്പാസിറ്റി, ക്വസ്റ്റ്യൻ മാനേജിങ് കപ്പാസിറ്റി ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതാണ് സ്പീഡ് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കണം. എങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സിമ്പിളിനെയും ആവറേജിനെയും ടഫിനെയും വെരി ടഫിനെയും കാറ്റഗറൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വളർത്തിയെടുക്കണം. പരീക്ഷയെ മാനേജ് ചെയ്യാനുള്ള കഴിവും കൂടെ വളർത്തി എക്സാമിനേഷൻ ഹാളിൽ പോവുക, ഉന്നത വിജയം നേടുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.